ഗവൺമെൻറ് LP സ്കൂളിലെ 4ാം ക്ലാസ് B. ആ ക്ലാസ്സിലെ ടീച്ചറായിരുന്നു ആൻസി ടീച്ചർ. 30 വർഷത്തെ സർവീസ് ജീവിതം. അവരെ പഠിപ്പിച്ച പാഠങ്ങൾ ഏറെയായിരുന്നു. അന്നൊരു ബുധനാഴ്ച ആയിരുന്നു. ആൻസി ടീച്ചർ തൻ്റെ കസേരയിൽ നിന്ന് എണീറ്റ് ഡയറി മേശപ്പുറത്ത് വെച്ചു. സ്റ്റുഡൻസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ടീച്ചറിന്റെ ശബ്ദം ഉയർന്നതോടെ എല്ലാവരും സൈലന്റായി. ടീച്ചറിന്റെ മുഖത്തേക്ക് അവർ പ്രതീക്ഷയോടെ നോക്കി. വരുന്ന വെള്ളിയാഴ്ച നമ്മളുടെ സ്കൂളിൽ PTM മീറ്റിംഗ് ആണ്. ഉച്ചയ്ക്ക് 2 മണിക്ക്. എല്ലാവരും ഉപ്പയെയോ ഉമ്മയെയോ കൂട്ടി വരണം. ആരും വരാണ്ടിരിക്കരുത്. അതൊരു സാധാരണ അറിയിപ്പായിരുന്നു. ക്ലാസ്സിൽ പുതിയ ഓളമുണ്ടാക്കി. പലരും പരസ്പരം നോക്കി ചിരിച്ചു. എൻ്റെ ഉപ്പ വരും, എൻ്റെ ഉമ്മ ലീവ് എടുക്കും എന്നൊക്കെയുള്ള പറച്ചിലുകൾ ഉയർന്നു. എന്നാൽ മുൻവരിയിലെ ജനലിനോട് ചേർന്നുള്ള സീറ്റിൽ ഒരു കുട്ടിയുടെ ലോകം ആ നിമിഷം നിശ്ചലമായി. നിഹാൽ. ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായ, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കുട്ടി. അവൻ്റെ കുസൃതികൾ കാണാൻ ആൻസി ടീച്ചർ അവനെ കൂടുതൽ ശകാരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവൻ മിണ്ടാതെയായിരുന്നു. ആ പഴയ തിളക്കം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. ടീച്ചറുടെ അറിയിപ്പ് കേട്ട അവൻ തല കുനിച്ച് ഇരുന്നുപോയി. അവൻ പെൻസിലെടുത്ത് എന്തൊക്കെയോ അർത്ഥമില്ലാണ്ട് അവൻ്റെ നോട്ട്ബുക്കിൽ കുത്തിവരച്ചു. അവൻ്റെ ചുണ്ടുകൾ വരണ്ടു. തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞതുപോലെ. എല്ലാവരും കേട്ടല്ലോ? ടീച്ചർ ഒന്നും കൂടി ഉറപ്പിച്ചു. കേട്ടു ടീച്ചർ, ക്ലാസ് ഒന്നടങ്കം പറഞ്ഞു. ആ ബഹളത്തിൻ്റെ ഇടയിൽ നിഹാലിനെ ആരും ശ്രദ്ധിച്ചില്ല. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീണു. അവസാനത്തെ ബെല്ലടിച്ചപ്പോൾ കുട്ടികളെല്ലാം ക്ലാസ്സിൽ നിന്ന് ബാഗ് എടുത്ത് ഓടി. സ്കൂൾ മുറ്റം അവരുടെ ബഹളങ്ങളിൽ മുങ്ങി. ആൻസി ടീച്ചർ ഒറ്റയ്ക്ക് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നിഹാലിനെ ശ്രദ്ധിച്ചു. അവൻ പോയിരുന്നില്ല. തല കുനിച്ച് ഡെസ്കിൽ ഇരിക്കുകയായിരുന്നു. ടീച്ചർ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ ഒരു നോട്ട്ബുക്ക് നെഞ്ചോട് ചേർത്ത് ഇരിക്കുകയായിരുന്നു. ടീച്ചർ ചോദിച്ചു, എന്താ നിഹാൽ, മോൻ പോകുന്നില്ലേ? ഓർഫനേജിക്ക് പോകാനുള്ള വാൻ വന്നിട്ടുണ്ടാകും. അവൻ തല ഉയർത്തിയില്ല. ടീച്ചർ അവൻ്റെ തോളിൽ മെല്ലെ കൈവച്ചു. ആ സ്പർശനത്തിൻ്റെ ചൂടിലാവണം അവൻ കരയാൻ തുടങ്ങി. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? ടീച്ചർ അവനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അവൻ മുഖമുയർത്തി ടീച്ചറെ നോക്കി. ആ കണ്ണുകൾ ചുവന്നിരുന്നു. നാളെ PTM മീറ്റിങ്ങിന് എനിക്ക് വരാൻ ആരുമില്ലല്ലോ. വാക്കുകൾ മുറിഞ്ഞു. അതെന്താ മോനെ അങ്ങനെ പറയുന്നത്? ഓർഫനേജിൽ നിന്ന് വാർഡൻ വരില്ലേ? എല്ലാ പ്രാവശ്യം വരുന്നതല്ലേ, അദ്ദേഹം വരും. പക്ഷേ എനിക്ക് ഉപ്പയൊന്നും വരാനില്ലല്ലോ. ആരേലും വരാനുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവാ ടീച്ചറെ. അവൻ്റെ കുഞ്ഞി ഹൃദയത്തിലെ സങ്കടം അവൻ പറഞ്ഞു. ആൻസി ടീച്ചറുടെ നെഞ്ചിൽ ഒരു കല്ല് വന്നു വീണതുപോലെ തോന്നി. എന്തു പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും? അവർ അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. സാരമില്ല മോനെ, സാരമില്ല എന്നവരുടെ ചുണ്ടുകൾ ആവർത്തിച്ചു. അവൻ്റെ കരച്ചിലൊന്ന് ശമിച്ചപ്പോൾ ടീച്ചർ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന നോട്ട്ബുക്ക് വാങ്ങി. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പിക്ചർ ടീച്ചർ കണ്ടു. പത്രത്തിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു ചിത്രം. മുഖത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരാൾ. ലോകം മുഴുവൻ അറിയുന്ന, ഒരുപാട് പേർക്ക് തണലാവുന്ന ഒരു മനുഷ്യൻ. യാസീൻ അലി. ആ നിമിഷം ആൻസി ടീച്ചർക്ക് എല്ലാം മനസ്സിലായി. അവൻ പറയാതെ പറഞ്ഞ അവൻ്റെ ആഗ്രഹം, അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന അവൻ്റെ ഉപ്പ. സ്കൂൾ വാൻ ഓർഫനേജിൻ്റെ മുറ്റത്ത് നിർത്തിയപ്പോൾ നിഹാൽ മൗനമായി ഇറങ്ങി. മറ്റു കുട്ടികൾ കളിക്കാൻ വേണ്ടി ഓടിയപ്പോൾ അവൻ നേരെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. അവൻ്റെ കിടക്ക ജനലിൻ്റെ അരികിലായിരുന്നു. അവിടെ ഇരുന്നാൽ ദൂരെ അങ്ങാടിയിലെ വെളിച്ചം കാണാം. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ഓരോ വാഹനങ്ങൾ പോകുമ്പോഴും അവൻ പ്രതീക്ഷിക്കും, അതിൽ അവൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അവൻ്റെ ഓർമ്മയിൽ അവൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖമില്ല. അവൻ്റെ 3ാം വയസ്സിൽ ഒരു അപകടത്തിൽപ്പെട്ടാണ് അവർ മരിച്ചത്. അവൻ്റെ ലോകത്തെ മാറ്റിമറിച്ചു. അതിനുശേഷം ഈ ഓർഫനേജാണ് അവൻ്റെ വീട്. എന്താടാ നിഹാലെ, ഇന്നും കണക്കിന് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയോ? റൂമിലേക്ക് വന്ന ആസിഫ് അവനെ കളിയാക്കി. ആസിഫിന് ഉപ്പയും ഉമ്മയും ഉണ്ട്. അവധിക്കാലത്ത് അവർ വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകും. അത് കാണുമ്പോൾ നിഹാലിൻ്റെ നെഞ്ച് പിടയും. അവനൊന്നും മിണ്ടിയില്ല. അവൻ്റെ വാർഡൻ ഒരു സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അയാൾ വന്നു പറഞ്ഞു, നിഹാലെ, നാളെ PTM മീറ്റിങ്ങിന് ഞാൻ വരും. നിന്റെ ടീച്ചറെ ഒന്ന് കാണണം. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. നിഹാൽ മെല്ലെ തലയാട്ടി. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിഹാൽ അവൻ്റെ പുതപ്പിനടിയിൽ കയറി. ബാഗിൽ നിന്ന് ആ നോട്ട്ബുക്ക് എടുത്ത് ആ പിക്ചർ എടുത്തു. മങ്ങിയ വെളിച്ചത്തിൽ അവൻ ആ പിക്ചറിലേക്ക് നോക്കിയിരുന്നു.
യാസീൻ അലിയുടെ ചിരിക്കുന്ന മുഖം. അവൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ ഉപ്പ. വീട്ടിലെത്തിയിട്ടും ആൻസി ടീച്ചറിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. നിഹാലിൻ്റെ കരയുന്ന മുഖം ആ ടീച്ചറിൻ്റെ മനസ്സിൽ മുറിവുണ്ടാക്കിയിരുന്നു. ചായ കുടിക്കുമ്പോൾ അവർ ഭർത്താവ് ജോസഫിനോട് കാര്യം പറഞ്ഞു. പാവം കുട്ടി, ജോസഫ് പറഞ്ഞു. നമുക്കെന്താ ചെയ്യാൻ പറ്റുക ആൻസി? എനിക്കറിയില്ല ജോസഫേട്ടാ, അവൻ്റെ നോട്ടം കണ്ടാൽ സഹിക്കില്ല. അവൻ്റെ മനസ്സിൽ മുഴുവൻ ആ വലിയ മനുഷ്യനാണ്. അതെങ്ങനെ നടക്കാനാണ്? നീ വെറുതെ ഓരോന്നാലോചിച്ച് തല പുണ്ണാക്കണ്ട. അതൊക്കെ അവൻ്റെ പ്രായത്തിൻ്റെ ഓരോ തോന്നലാണ്. ജോസഫ് പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ സ്വന്തം മക്കളില്ലാത്ത ആൻസിക്ക് ആ കുട്ടികൾ സ്വന്തം മക്കളെ പോലെ ആയിരുന്നു. രാത്രി ഏറെ വൈകി. ജോസഫ് ഉറങ്ങിയിരുന്നു. ടീച്ചർക്ക് ഉറക്കം വന്നില്ല. അവർ എഴുന്നേറ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. ഫേസ്ബുക്കിൻ്റെ നീല വെളിച്ചം മുറിയിൽ പരന്നു. എന്തെന്നില്ലാതെ അവർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് അവർ കരുതിയില്ല. ഉള്ളിലെ ഭാരം ഇറക്കി വെക്കാനായിരുന്നു. അവർ നിഹാലിൻ്റെയോ സ്കൂളിൻ്റെയോ പേര് എഴുതിയില്ല. പക്ഷേ അന്ന് സ്കൂളിൽ നടന്ന കാര്യം അവർ ഒരു കുറിപ്പായി എഴുതി. അതിനുശേഷം അവർ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തു പോയി. ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവർ ആലോചിച്ചു, താൻ ചെയ്തത് ശരിയാണോ? ആ കുഞ്ഞിന് വെറുതെ പ്രതീക്ഷ നൽകുകയാണോ? അടുത്ത ദിവസം രാവിലെ അവർ എണീറ്റപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഭാരമുണ്ടായിരുന്നു. രാത്രി താൻ ചെയ്തത് ഒരു എടുത്തുചാട്ടം ആയിരുന്നോ എന്ന കുറ്റബോധം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. കുറച്ച് സുഹൃത്തുക്കളുടെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഫോൺ തുറന്നു. സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവരുടെ പോസ്റ്റിന് താഴെ ആയിരക്കണക്കിന് ലൈക്കുകൾ, നൂറുകണക്കിന് ഷെയറുകൾ, കമൻറ്റ് ബോക്സ് നിറഞ്ഞൊഴുകുന്നു. കുറേ ന്യൂസ് പേജുകൾ ആ പോസ്റ്റ് ഏറ്റെടുത്തു. നെഗറ്റീവും പോസിറ്റീവുമായ കമൻറ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ സന്തോഷത്തിനേക്കാൾ ഉപരി അവർക്ക് ഭയമായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? അതേ സമയത്ത് ദുബായിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കെട്ടിടത്തിൽ വിശാലമായ ഓഫീസിൽ ബിസിനസ് ചർച്ചകൾ നടക്കുകയായിരുന്നു. MA യാസീൻ അലി തൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനായിട്ട് ബിസിനസ് ചർച്ചയിലായിരുന്നു. അതേ കെട്ടിടത്തിൻ്റെ മറ്റൊരു ഫ്ലോറിൽ അവരുടെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടീം ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് അവർക്ക് തോന്നി. ഒരു കുഞ്ഞിൻ്റെ നിശബ്ദമായ ആഗ്രഹം, നോട്ട്ബുക്കിലെ ആ ചിത്രത്തിൻ്റെ വിശദാംശം, അതെല്ലാം അവരുടെ ഹൃദയത്തിൽ തൊട്ടു. അവർ ആ ലിങ്ക് കോപ്പി ചെയ്ത് PR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായ നിഷാദിന് അയച്ചു കൊടുത്തു. ഒപ്പം ഒരു കുറിപ്പും വെച്ചു. സർ, ഇതൊന്ന് ശ്രദ്ധിക്കണം. എന്തോ ഒരു സത്യമുണ്ട് ഇതിൽ. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിഷാദിൻ്റെ മറുപടി വന്നു. യു നോ ദ ഡ്രിൽ. ഇത്ര സെൻറ്റിമെൻറ്റ് പോസ്റ്റുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ അതിനെ സമയം കാണൂ. ഫൗണ്ടേഷൻ്റെ ജനറൽ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്യുക. അവർ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തുകൊള്ളും. നിഷാദ് പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് തോന്നി. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ അതാണ് ശരി. പക്ഷേ അവരുടെ മനസ്സ് ആ 4ാം ക്ലാസ്സുകാരൻ്റെ കൂടെയായിരുന്നു. അന്ന് സ്കൂളിൽ എത്തിയ മുതൽ ആൻസി ടീച്ചർ വളരെ അസ്വസ്ഥതയിലായിരുന്നു. സ്റ്റാഫ് റൂമിൽ പലരും അവരെ വളരെ വിചിത്രമായി നോക്കുന്നത് പോലെ തോന്നി. ചിലർ വന്ന് ടീച്ചറുടെ പോസ്റ്റ് വൈറലായല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചു. മറ്റു ചിലർ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞുമാറി. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് പ്രിൻസിപ്പാൾ ടീച്ചറിനെ ഓഫീസിലേക്ക് വിളിച്ചു. അദ്ദേഹം ശാന്തനായിരുന്നു. ആൻസി, ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. ടീച്ചറിൻ്റെ നല്ല മനസ്സ് എനിക്കറിയാം. പക്ഷേ ഇത് വേണ്ടിയിരുന്നില്ല. ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ വ്യക്തിയാണ് മറുഭാഗത്ത്. ഇതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും? മാഷേ, ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നിയതാണ്. എനിക്ക് മനസ്സിലാകും. പക്ഷേ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണ്ടേ? എന്തായാലും നടന്നത് നടന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരുമിച്ച് നേരിടാം, അദ്ദേഹം പറഞ്ഞു നിർത്തി. ടീച്ചർക്ക് അല്പം ആശ്വാസം തോന്നിയെങ്കിലും ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ നിഹാൽ ക്ലാസ്സിലിരുന്ന് നാളത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയായിരുന്നു. ഉച്ചഭക്ഷണം കഴിക്കാൻ പോലും അവൻ പോയില്ല. കൂട്ടുകാർ കളിക്കാൻ വിളിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞുമാറി. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. നാളെ എന്ന ദിവസം വരാതിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. അന്ന് വൈകുന്നേരം അവൻ്റെ വാർഡൻ അവൻ്റെ വിഷമം കണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. നമുക്കൊന്ന് അങ്ങാടി വരെ പോകാം. നിഹാൽ ഒന്നും മിണ്ടാതെ വാർഡൻ്റെ കൂടെ ചെന്നു. അവിടുത്തെ ചെറിയ ടൗണിലെ ഒരു തുണിക്കടയിൽ കയറി നിഹാലിന് അവരൊരു ഷർട്ട് എടുത്തു കൊടുത്തു.
ഇത് നാളെ നീ PTM മീറ്റിങ്ങിന് ഇടണം എന്ന് വാർഡൻ പറഞ്ഞു. പുതിയ ഉടുപ്പിടുമ്പോൾ സന്തോഷം വരും. അവർ ആ ഷർട്ട് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. നിഹാൽ ആ ഷർട്ടിലേക്ക് നോക്കി. അവന് കരച്ചിൽ വന്നു. സ്നേഹത്തോടെ വാർഡനെ നോക്കി. ആ നോട്ടത്തിൽ 1000 നന്ദി ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം ദുബായിലെ തൻ്റെ തിരക്കേറിയ ജോലി കഴിഞ്ഞ് തൻ്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങിയെത്തിയ സോഷ്യൽ മീഡിയ ടീമിലെ ഫിറോസിന് മനസ്സിൽ വളരെയധികം ഒരു വിഷമമായിരുന്നു. അയാൾ വേറെ ഒന്നും ചിന്തിക്കാതെ MA യാസീൻ അലിയുടെ പേഴ്സണൽ ഇമെയിലിലേക്ക് അവനൊരു മെയിൽ അയച്ചു. അത് കണ്ടതാവട്ടെ MA യാസീൻ അലിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ സുമയ്യ ആയിരുന്നു. സുമയ്യക്ക് ആ മെയിൽ കണ്ടപ്പോൾ തൻ്റെ പഴയ കാലം ഓർമ്മ വന്നു. അവൾ കൂടുതലൊന്നും ചിന്തിക്കാതെ MA യാസീൻ അലിക്ക് ആ മെയിൽ കാണിച്ചു കൊടുത്തു. ആദ്യമൊന്നും അയാൾ താല്പര്യം കാട്ടിയില്ല. പക്ഷേ പിന്നീട് അതിലെ എന്തോ ഒന്ന് അയാളെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതിലെ ഓരോ വാക്കും ഓരോ കമൻറ്റും അയാൾ ശ്രദ്ധിച്ചു. വായന കഴിഞ്ഞിട്ടും അയാൾ ഒന്നും മിണ്ടിയില്ല. അയാൾ അയാളുടെ സെക്രട്ടറിയോട് പറഞ്ഞു, സുമയ്യ, നാളെ കോഴിക്കോട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യൂ. എൻ്റെ നാളത്തെ എല്ലാ മീറ്റിംഗ്സും മാറ്റിവെക്കണം. ഇത് രഹസ്യമായിരിക്കണം, ആരും അറിയരുത്. സുമയ്യ ഞെട്ടിപ്പോയി. നിങ്ങൾ പോവുകയാണോ സർ? ഒരു കുട്ടി അവൻ്റെ ഉപ്പയെ വിളിച്ചാൽ പോകാണ്ടിരിക്കാൻ പറ്റുമോ? വെള്ളിയാഴ്ച രാവിലെ നിഹാൽ ഇതൊന്നും അറിയാണ്ട് അവൻ്റെ വാർഡൻ വാങ്ങിക്കൊടുത്ത പുതിയ ടീഷർട്ട് ഇട്ട് ഒരുങ്ങി. അവൻ്റെ നെഞ്ചിലൊരു ഭാരമുണ്ടായിരുന്നു. സമയമായപ്പോൾ സ്കൂൾ വാൻ വന്നു. അവൻ സ്കൂളിലേക്ക് പോയി. എല്ലാ കൂട്ടുകാരും തൻ്റെ വീട്ടുകാരോടൊപ്പം വന്നിരുന്നു. അവൻ ഒഴിഞ്ഞൊരു ബെഞ്ചിലിരുന്നു. പെട്ടെന്നൊരു കൈ അവൻ്റെ തോളിൽ തട്ടി. അവൻ നോക്കി. ദാ നിൽക്കുന്നു അവൻ മനസ്സിൽ കണ്ട അവൻ്റെ ഉപ്പ, MA യാസീൻ അലി. അവൻ ഞെട്ടിത്തരിച്ചു പോയി. ആദ്യം അവൻ വിചാരിച്ചു ഇതവൻ്റെ സ്വപ്നമാണെന്ന്. പക്ഷേ അല്ലായിരുന്നു. അവൻ്റെ മുന്നിൽ നിന്നിരുന്നത് MA യാസീൻ അലി തന്നെ. അയാൾ അവനോട് പുഞ്ചിരിച്ച് അവൻ്റെ കൈ പിടിച്ചു എണീപ്പിച്ചു. അവൻ്റെ ക്ലാസ് റൂമിലേക്ക് അവർ രണ്ടുപേരും നടന്നു. ഇതുകണ്ട ആൻസി ടീച്ചർ ഞെട്ടി. നിഹാലുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി കണ്ട് അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടായി. എന്താ അല്ലേ, അവൻ്റെ ആ കുഞ്ഞെ മനസ്സിലുണ്ടായിരുന്ന ആ വലിയ ആഗ്രഹം ഒരു ചെറിയ പോസ്റ്റിലൂടെ ആൻസി ടീച്ചർക്ക് ആ വലിയ മഹാൻ്റെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു.